Beloved brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, I greet you in the name of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. Our God is a good God. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. He loves you so much. അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. He wants to bless you. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. This month is a month of deliverance. ഈ മാസം ഒരു സ്വാതന്ത്ര്യത്തിന്റെ മാസമാണ്. God wants to give freedom to you. ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ആഗ്രഹിക്കുന്നു. Bible gives many names to our God. വേദപുസ്തകത്തിൽ നമ്മുടെ ദൈവത്തിന് പല നാമങ്ങളുണ്ട്. Our God wants to give deliverance. നമ്മുടെ ദൈവം വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുന്നവനാണ്. Deliverance is a free gift from God. സ്വാതന്ത്ര്യം എന്നത് ദൈവത്തിന്റെ സൗജന്യമായ സമ്മാനമാണ്. To give that deliverance, He sent His Son Jesus into this world. ആ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നതിനായി തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. Yes, Jesus will give you deliverance. അതെ, യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. I want to share with you a verse from the book of John, chapter 8. ഞാൻ നിങ്ങൾക്കായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Therefore, if the Son makes you free, you shall be free indeed. ആകയാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. God sent His Son to give freedom to every individual. ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. This month, God wants to give you 3 special blessings. ഈ മാസം ദൈവം നിങ്ങൾക്ക് 3 വിധമായ പ്രത്യേക അനുഗ്രഹങ്ങളെ നൽകുവാൻ You will ആഗ്രഹിക്കുന്നു. receive those blessings through Jesus. നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിൽ കൂടെ പ്രാപിക്കുവാൻ കഴിയും. Book of Isaiah clearly says about the deliverance ministry of Jesus Christ. യെശയ്യാവിൻ പുസ്തകം യേശുക്രിസ്തുവിൻ സ്വാതന്ത്ര്യത്തിനും ശുശ്രൂഷയെയും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. I want to read Isaiah 61 verse 1. ഞാൻ നിങ്ങൾക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. The Spirit of the Lord God is upon me, because the Lord has anointed me to preach good tidings to the poor. He has sent me to heal the brokenhearted, to proclaim liberty to the captive, and the opening of the prison to those who are bound. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും തന്നെ. There are 3 areas in which God wants to give freedom to you. ദൈവം സ്വാതന്ത്ര്യം നൽകുവാൻ ആഗ്രഹിക്കുന്ന 3 വശങ്ങൾ നിങ്ങളുടെ This ജീവിതത്തിലുണ്ട്. verse clearly explains it. ഈ വാക്യം വളരെ വ്യക്തമായി അത് വെളിപ്പെടുത്തുന്നു. The first blessing is freedom from brokenness. ആദ്യത്തെ അനുഗ്രഹം തകർച്ചയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. Every individual is broken in this world. ഈ ലോകത്തിൽ ഓരോ വ്യക്തികളെയും തകർന്നവരായി കാണപ്പെടുന്നു. Every heart is broken in some or other area. ഓരോ ഹൃദയവും ഓരോ വിധങ്ങളിലായി തകർന്ന അവസ്ഥയിലായിരിക്കുന്നു. No joy and no peace in the world. ഈ ലോകത്തിൽ യാതൊരു സന്തോഷവും സമാധാനവുമില്ല. Hearts are filled with wounds and hurts. വേദനിപ്പിക്കുന്ന മുറിവുകളുമായി ഓരോ ഹൃദയങ്ങളും കാണപ്പെടുന്നു. Families are filled with agony and anxiety. വേദനയും ഉത്കണ്ഠയും നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങൾ. Everywhere there is confusion. എവിടെ തിരിഞ്ഞാലും ആശയക്കുഴപ്പം മാത്രം. Everywhere there is hopelessness. എവിടെ നോക്കിയാലും നിരാശയുടെ അവസ്ഥകൾ മാത്രം. Everywhere there is sickness. എല്ലായിടങ്ങളിലും രോഗങ്ങൾ, രോഗാവസ്ഥകൾ. There is no peace in people's heart. മനുഷ്യ ഹൃദയങ്ങളിൽ യാതൊരു സമാധാനവുമില്ല. People are crying day and night. രാവും പകലുമെന്നിയെ ജനങ്ങൾ കരച്ചിലോടെ ആയിരിക്കുന്നു. Jesus says, എന്നാൽ യേശു പറയുന്നു, I want to heal the broken-hearted. എനിക്ക് ആ മനം തകർന്നവരെ സൗഖ്യമാക്കണം. I want to give peace. അവർക്ക് സമാധാനം നൽകണം. This month, ഈ മാസം God is going to heal your heart. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. God is going to heal your family. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കും. God is going to give great peace in your heart. ദൈവം ഒരു വലിയ സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കും. It's just because of His freedom you will enjoy peace. യേശുവിലുള്ള സ്വാതന്ത്ര്യത്താൽ നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനമുണ്ട്. You will enjoy peace. നിങ്ങൾ സമാധാന സമൃദ്ധി അനുഭവിക്കും. There will be peace in your heart. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകും. There will be joy in your heart. നിങ്ങളുടെ മനസ്സ് ആനന്ദത്താൽ നിറയും. Jesus is going to give that peace. യേശു മാത്രം ആ സമാധാനത്തെ നിങ്ങൾക്ക് നൽകും. If the Son sets you free, you will be free indeed. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. I want you to lay your hand on your heart.
നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിന്മേൽ കരങ്ങളെ വെച്ച് You ask Jesus, യേശുവിനോട് പറയണമേ, Jesus, come into my heart. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, Heal my heart. എൻ്റെ ഹൃദയത്തെ സൗഖ്യമാക്കണമേ, Give me your peace. അങ്ങയുടെ സമാധാനത്തെ എനിക്ക് നൽകണമേ, Give your peace in my family. എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ സമാധാനത്തെ നൽകണമേ, Heal our broken hearts. ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. You will experience God's peace and joy in your heart. തീർച്ചയായും നിങ്ങൾ ദൈവത്തിന്റെ സമാധാനത്തെയും സ്വസ്ഥതയും അനുഭവിക്കും. The second blessing God wants to give is freedom from captivity. രണ്ടാമത്തെ അനുഗ്രഹം ദൈവം നൽകുന്നത് അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. Many people live in this world as prisoners. ഈ ലോകത്തിൽ അനേകം വ്യക്തികൾ ഒരു തടവുപുള്ളിയെ പോലെയാണ് ജീവിക്കുന്നത്. Devil has put them in prison. സാത്താൻ അവരെ തടവറയിലാക്കിയിരിക്കുന്നു. People have become addicts to so many bad habits. ജനങ്ങൾ പലവിധമായ തെറ്റായ വഴികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. When we see in the Bible, നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ God's people were prisoners in foreign lands. ദൈവത്തിന്റെ ജനം അന്യരാജ്യങ്ങളിൽ അന്യദേശങ്ങളിൽ അടിമത്വത്തിലായിരുന്നു. God's people were slaves in Egypt. ദൈവത്തിന്റെ ജനം ഈജിപ്തിൽ അടിമകളായിരുന്നു. The Egyptians treated them harshly. മിസ്രൈമ്യർ വളരെ ക്രൂരമായി അവരോട് പെരുമാറി. The people were tormented. ജനങ്ങൾ പീഡയിൽ കൂടെ കടന്നുപോയി. They were crying and mourning every day. ഓരോ ദിവസവും അവർ കരയുകയും നിലവിളിക്കുകയും ചെയ്തു. They were groaning every day. അവർക്ക് ഞരക്കത്തിന്റെ ദിവസങ്ങൾ മാത്രമായിരുന്നു. They were crying unto God. അവർ ദൈവത്തോട് കരഞ്ഞു. They were praying unto God for deliverance. അവർ ദൈവത്തോട് വിടുതലിനായി അപേക്ഷിച്ചു. I want to read that verse for you. നിങ്ങൾക്കായി ആ വാക്യത്തെ ഞാൻ വായിക്കുന്നു. Exodus chapter 2 verse 24. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. And God heard their groaning, and God remembered his covenant with Abraham, with Isaac and with Jacob. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. Another verse I want to read, Exodus 3 verse 7. മറ്റൊരു വാക്യം ഞാൻ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. And the Lord said, I have surely seen the affliction of my people which are in Egypt, and have heard their cry by reason of their taskmasters, for I know their sorrows. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. In their oppression the people were crying unto God. അവരുടെ കഷ്ടതകളിൽ അവർ ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു. They cried, O Lord, deliver us, deliver us. അവർ പറഞ്ഞു, ദൈവമേ ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ. Did God deliver them? എന്താ ദൈവം അവരെ വിടുവിച്ചുവോ? Yes, he delivered them. അതെ, അവൻ അവരെ വിടുവിച്ചു. He delivered them from Egypt അവൻ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. and took them to the promised land. വാഗ്ദത്ത ദേശത്തേക്ക് അവരെ നടത്തി. After the deliverance from captivity, അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിച്ചതിന് ശേഷം they enjoyed the blessings in the promised land. അവർ വാഗ്ദത്ത ദേശത്തിലെ അനുഗ്രഹങ്ങളെ സന്തോഷമായി അനുഭവിച്ചു. Dear brothers and sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, are you in captivity? എന്താ നിങ്ങൾ അടിമത്വത്തിലാണോ? Are you crying unto God? നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണോ? Are you groaning every day? നിങ്ങൾ ദിവസവും ഞരങ്ങുകയാണോ? God promises you ദൈവം നാൾതോറും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു that he would deliver you from your captivity തീർച്ചയായും നിങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. and take you to the promised land. വാഗ്ദത്ത ദേശത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. You will receive God's നിങ്ങൾ blessings. തീർച്ചയായും ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കും. You will enjoy the freedom from captivity. നിങ്ങൾ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ അനുഭവിക്കും. If the Son sets you free, ആകയാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ you will be freed indeed. നിങ്ങൾ സ്വതന്ത്രരാകും നിശ്ചയം. You will enjoy that freedom. നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തെ സന്തോഷമായി അനുഭവിക്കും. What is your captivity? നിങ്ങളുടെ അടിമത്വം എന്താണ്? Is poverty your captivity? ദാരിദ്ര്യമാണോ നിങ്ങളുടെ അടിമത്വം? Is sickness your captivity? രോഗങ്ങൾ നിങ്ങളെ അടിമയാക്കുകയാണോ? Jesus will deliver you യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും from this captivity. ഈ അടിമത്വത്തിൽ നിന്ന്. Just believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക. The third blessing I want to share with you is ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം എന്തെന്നാൽ Isaiah 61:1 says, യെശയ്യാവ് 61:1 പറയുന്നു, God will deliver you from bondage. ദൈവം നിന്നെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കും. In captivity there will be some freedom, അടിമത്വത്തിൽ ചില സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. but in bondage there will be no freedom at all. എന്നാൽ ബന്ധനത്തിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. Daniel was a good man. ദാനിയേൽ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. He
took a stand for God. താൻ ദൈവത്തിന് വേണ്ടി ഒരു ദൃഢനിശ്ചയമെടുത്തു. Daniel, he didn't obey the king's voice. ദാനിയേൽ രാജാവിന്റെ ആജ്ഞയെ അനുസരിച്ചില്ല. He obeyed God's voice. ദൈവത്തിന്റെ ശബ്ദം മാത്രം അനുസരിച്ചു. So the king became angry അതിനാൽ രാജാവ് അവനോട് കോപിഷ്ഠനായി. and he decided to put him in the lion's den. അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇടുവാൻ തീരുമാനിച്ചു. Moreover, Daniel had some friends. അത് മാത്രമല്ല, ദാനിയേലിന് ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. They also took a stand for God. അവരും ദൈവത്തിനു വേണ്ടി ദൃഢനിശ്ചയത്തോടെ നിന്നു. The king wanted to punish them. രാജാവ് അവരെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു. I want to read a verse from the book of Daniel, chapter 3, verse 23. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 23-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. And these three men, Shadrach, Meshach, and Abednego, fell down bound into the midst of the burning fiery furnace. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. The king bound these three men and cast them into the burning furnace. ഈ 3 വ്യക്തികളെയും രാജാവിന്റെ ആൾക്കാർ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞു. No way to escape. രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല. No one to help them. അവരെ സഹായിക്കുവാൻ ആരും തന്നെയില്ല. They were under bondage. അവർ ബന്ധനസ്ഥരായിരുന്നു. Many people in this world are under bondage. ഈ ലോകത്തിലും അനേകം വ്യക്തികൾ ബന്ധനങ്ങളിലാണ്. Even you are under bondage. നിങ്ങളും ചില ബന്ധനങ്ങളിൽ ആയിരിക്കാം. You are not able to deliver yourself. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിടുവിക്കുവാൻ കഴിയാത്ത അവസ്ഥ. You are not able to get deliverance in your mind. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്നു. You are not able to bring deliverance to your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു വിടുതലും ഇല്ലാത്ത ഒരു അവസ്ഥ. Totally under bondage. പൂർണ്ണമായും ഒരു ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥ. No way to escape. രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല. Is that your condition? ഇത് നിങ്ങളുടെ അവസ്ഥയാണോ? This month, ഈ മാസം God wants to deliver you. ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to deliver you from your bondage. അവൻ നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ താല്പര്യപ്പെടുന്നു. And He will make ways to escape from the burning furnace. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴിയെ അവൻ നിങ്ങൾക്കായി തുറക്കും. For some people, their family situation is like a furnace. ചില വ്യക്തികൾക്ക് അവരുടെ കുടുംബം ഒരു എരിയുന്ന തീച്ചൂളയായിരിക്കാം. Every day fire is burning. ദിവസവും തീ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. You want to enjoy peace but no peace. നിങ്ങൾ സമാധാനത്തെ കാംക്ഷിക്കുന്നു, എന്നാൽ യാതൊരു വഴിയുമില്ല. You want to be healed but no healing. സൗഖ്യമാകുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സൗഖ്യമില്ല. Jesus wants to deliver you from your bondage. യേശു നിങ്ങളെ നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ താല്പര്യപ്പെടുന്നു. If the Son sets you free, you will be free indeed. നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരായിരിക്കും നിശ്ചയം. Do you have faith? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? This month God wants to heal you. ഈ മാസം ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to heal your broken heart. അവൻ നിങ്ങളുടെ തകർന്ന മനസ്സിനെ സൗഖ്യമാക്കും. He wants to give freedom from your captivity. അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. He wants to deliver you from your bondage. നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും. Read the whole chapter, Isaiah 61. യെശയ്യാവ് 61-ാം അധ്യായം മുഴുവനുമായി വായിക്കുക. The whole chapter is for you. ആ മുഴുവൻ അധ്യായവും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. He will deliver you. അവൻ നിങ്ങളെ വിടുവിക്കും. He will deliver your children. അവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കും. He will deliver your whole family. നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും അവൻ വിടുവിക്കും. Enjoy God's freedom freely. ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ സൗജന്യമായി അനുഭവിച്ചാലും. I want to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Would you please join with me? എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? Prayer brings victory. പ്രാർത്ഥന വിജയത്തെ കൊണ്ടുവരുന്നു. Jesus wants to give victory. യേശു നിങ്ങൾക്ക് വിജയം നൽകുവാൻ ആഗ്രഹിക്കുന്നു. Let's pray together. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Heavenly Father, I thank you and praise you for your loving kindness. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ദയാ കടാക്ഷത്തിനായി നന്ദി അർപ്പിക്കുന്നു. Thank you, Lord, for your love. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി കർത്താവേ. You sent your Son to set us free, O God. ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ അങ്ങയുടെ പുത്രനെ അയച്ചുവല്ലോ അപ്പാ. Especially I pray for my dear brothers and sisters. പ്രത്യേകമായി എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray for this precious family, O God. അവരുടെ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. Lord, you know the broken-hearted people. അവരുടെ തകർന്ന മനസ്സുകളെ അപ്പ അങ്ങ് അറിയുന്നു. You know the hearts of your children. അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ അങ്ങ് അറിയുന്നു കർത്താവേ. You know their brokenness, O Father. അവരുടെ തകർച്ചകളെ പിതാവേ അങ്ങ് അറിയുന്നു. Father, you heal their broken-heartedness, O Lord. അവരുടെ തകർച്ചകളെ അവിടുന്ന് അറിയുമാറാകണമേ.
Heal their hearts, O God. അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. Take away the brokenness. ആ തകർച്ചകളെ അവിടുന്ന് എടുത്തു മാറ്റുമാറാകണമേ. Help them to rejoice in you. അങ്ങയിൽ സന്തോഷിപ്പാൻ അവരെ സഹായിക്കണമേ. Lord, give them your joy and peace. അങ്ങയുടെ സമാധാനത്തെയും സന്തോഷത്തെയും അവർക്ക് നൽകണമേ. Especially pray for the people who are in captivity. അടിമത്തത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവേ. Lord, you are the one who breaks the chain of captivity, O Lord. അടിമത്തത്തിൻ ചങ്ങലകളെ ഛേദിക്കുന്നവൻ അവിടുന്നാണ് കർത്താവേ. I break that chain in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ ചങ്ങലകളെ ഞാൻ ഖണ്ഡിക്കുന്നു. I break the slavery in Jesus' name. അടിമ നുകങ്ങളെ യേശുവിൻ നാമത്തിൽ ഖണ്ഡിക്കുന്നു. Deliver them from captivity. അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. Take them to the promised land, O God. വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെ നടത്തുമാറാകണമേ. Lord, especially I pray for the people who are under bondage. ബന്ധനങ്ങളിലായിരിക്കുന്നവർക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. Lord, the devil is trying to burn their faith, O Father. അവരുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളയുവാൻ പിശാച് പല തന്ത്രങ്ങൾ മെനയുന്നു കർത്താവേ. The devil is trying to demolish their faith life, O Father. അവരുടെ വിശ്വാസ ജീവിതം നശിപ്പിച്ചു കളയുവാൻ പിശാച് ശ്രമിക്കുന്നുവല്ലോ. They have no other help except you. അങ്ങല്ലാതെ അവർക്ക് ആശ്രയിപ്പാൻ മറ്റാരുമില്ല കർത്താവേ. Give your help to them. അങ്ങയുടെ സഹായത്തെ അവർക്ക് അയക്കുമാറാകണമേ. Help them to enjoy your freedom, O God. അങ്ങയുടെ സന്തോഷം അനുഭവിക്കുവാൻ അവരെ സഹായിക്കണമേ. Thank you, Jesus, for the freedom. അപ്പാ അങ്ങയുടെ സ്വാതന്ത്ര്യത്തിനായി നന്ദി. Thank you, Jesus, for your blessings. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി നന്ദി കർത്താവേ. Let your presence go before them. അങ്ങയുടെ സാന്നിധ്യം അവർക്ക് മുൻപായി പോകുമാറാകണമേ. Let your blessings fill their lives, O Father. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും അവരുടെ ജീവിതത്തിൽ നിറയുമാറാകണമേ. Thank you, Lord, നന്ദി കർത്താവേ, for answering our prayers. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടതിനായി. Surely this month will be a month of enjoying your freedom. ഈ മാസം അങ്ങയുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അനുഭവിക്കുന്ന മാസമാണ്. I give you glory, honor and praise. അങ്ങേക്ക് മാത്രം മാനവും മഹത്വവും അർപ്പിക്കുന്നു. In Jesus' name I pray. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. Amen. ആമേൻ. Beloved brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, God has given you freedom. ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ കൽപ്പിച്ചിരിക്കുന്നു. You will see that. നിങ്ങൾ അത് കാണും. You will glorify God. നിങ്ങൾ ദൈവത്തിന്റെ നാമത്തെ May മഹത്വപ്പെടുത്തും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. If you want us to pray for ഞങ്ങൾ you, നിങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ contact us through the telephone on the screen. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. You can WhatsApp and email to us. വാട്സാപ്പിൽ കൂടെയോ ഇമെയിലിൽ കൂടെയോ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.